ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് നല്ല ഈസി ആയിട്ടുള്ള ഒരു ചട്നി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങയും സവോളയും ഉള്ളിയൊന്നും ഇല്ലാത്ത നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ദോശയുടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല പെർഫെക്റ്റ് കോംബോ ആണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തേങ്ങയും സവോളയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഇന്നത്തെ താരം തക്കാളിയാണ്. 2 പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഉരുകി വരുമ്പോൾ 2 ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ. നന്നായിട്ടൊന്ന് എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഉഴുന്നുപരിപ്പ് നന്നായിട്ടൊന്ന് നല്ല ചുവയ്ക്ക് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഉഴുന്നുപരിപ്പൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ അത് കറക്റ്റ് ആ ഒരു നല്ലൊരു ടേസ്റ്റിലേക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആ കളറൊക്കെ ചേഞ്ച് ചെയ്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത കപ്പലണ്ടി ആയ കാരണം കൊണ്ട് തന്നെ ഉഴുന്ന് വറുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വറുക്കാത്ത കപ്പലണ്ടിയാണ്, പച്ച കപ്പലണ്ടി ആണെങ്കിൽ ഉഴുന്നിനോടൊപ്പം തന്നെ നമുക്ക് വറുത്തെടുക്കാം. പിന്നെ എരിവിനായിട്ടുള്ള വറ്റൽമുളക് ഒരു 4 എണ്ണം ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതേ മുളകൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളകൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ആ മുളകിൻ്റെ ഒരു പച്ചക്കുത്ത് ഉണ്ടാവും. ഇനി തക്കാളി അത്യാവശ്യം നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് വേവിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് തന്നെ നമുക്ക് ആവിയിലൊന്ന് വേവിക്കാം. അപ്പോൾ അതിനായിട്ട് അടച്ച് വെക്കാം. ഒരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് ഞാനൊരു 2 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും നമുക്ക് അടച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അത് തക്കാളിയൊക്കെ വെന്ത് തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 3 മിനിറ്റ് നേരം കൂടി തക്കാളി വേവിക്കാനായിട്ട് വെക്കാം. നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും രണ്ടാമതൊന്ന് ചൂടാക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് തക്കാളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേവിച്ചിട്ടെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തക്കാളിയുടെ ഒരു പച്ച ചൊയ ഉണ്ടാവും. അപ്പോൾ 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഈ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ച് നോക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. ഇനി ഞാനിതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ആ മുളക് പൊടിയുടെ ഒരു കുത്തൊന്ന് മാറാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 1-2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയിട്ടുണ്ടെങ്കിൽ ആ മുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടും. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ കണ്ടില്ലേ തക്കാളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് തക്കാളി വേവിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ, എങ്കിലാണ് നമ്മളുടെ ഈ ഒരു ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളുടെ ചട്നിക്ക് വേണ്ട കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. കുറച്ച് സമയത്തിന് ശേഷം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ ഉഴുന്ന് പരിപ്പും കപ്പലണ്ടിയൊക്കെ ചേർത്തിരിക്കുന്ന കാരണം കൊണ്ട് നല്ല തിക്കായിട്ട് തന്നെയാണ് നമുക്ക് അരഞ്ഞ് കിട്ടുക കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കാമെന്ന് പറയില്ലേ, ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം. എങ്കിലാണ് ആ ഉഴുന്നിൻ്റെയും ആ കപ്പലണ്ടിയുടെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് അത് ആ ചട്നിയിൽ ഉണ്ടാവുള്ളൂ. തരിതരിതനെ ആയിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് അങ്ങോട്ട് മുഴുവനാവില്ല. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇവിടെ ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും തരിയില്ലാതെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടിയും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊരു സ്പൂൺ വെച്ചിട്ട് മുഴുവനായിട്ടും പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കാം. ഒപ്പം തന്നെ ഒരു 2 വറ്റൽമുളക് നടുകെ കീറിയതും പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സെർവ് ചെയ്യുന്നത് റാഗി ചെറുപയർ ദോശയുടെ കൂടെയാണ്. ഹൈ പ്രോട്ടീൻ ദോശയാണ്. ഒപ്പം തന്നെ ഈ ഒരു ചട്നിയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ദോശയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്സിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.
സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.